ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് കേരളത്തിലെ കർഷകർക്കുള്ള ഒരു അറിയിപ്പുമായാണ്. PM കിസാൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കുന്നതിന് കർഷകർ ഉടൻ തന്നെ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഇനി ഇതിനായി കൃഷിഭവനിൽ പോകേണ്ട ആവശ്യമില്ല. കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴി കർഷകർക്ക് സ്വന്തമായോ ഈ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇതിനായി ആവശ്യമുള്ള രേഖകൾ: ആധാർ കാർഡ്, ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ, ഈ വർഷത്തെ വസ്തുകരമടച്ച രസീത്, റേഷൻ കാർഡ് എന്നിവയാണ്. ഇവയെല്ലാം കൈവശമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് കർഷകർക്ക് സ്വന്തമായി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി എങ്ങനെയാണ് ഓൺലൈൻ ആയി രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. തന്നിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചാൽ കേരളത്തിലെ കർഷകർക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അഗ്രിസ്റ്റാക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നതാണ്. ഇതിൽ അഗ്രിസ്റ്റാക്ക് കേരള ഫാർമേർ രജിസ്ട്രി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. കൂടാതെ ഈ പേജിൻ്റെ വലതുവശത്തായി ആൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഭാഗം കാണാവുന്നതാണ്. പുതിയതായി രജിസ്റ്റർ ചെയ്യുന്നവർ ആദ്യം ഇതിൻ്റെ മുകളിൽ ലോഗിൻ ആസ് എന്നതിൽ ഫാർമേർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെയായി ഉള്ള ക്രിയേറ്റ് ന്യൂ യൂസർ അക്കൗണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ ആധാർ KYC ചെയ്യുക. അതിനായി നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ കാണുന്ന ബോക്സിൽ ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ലഭിക്കുന്ന OTP നൽകുക. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ ആധാർ നമ്പർ വെരിഫൈഡ് എന്ന് കാണിക്കുകയും അതിനു താഴെ നിങ്ങളുടെ KYC ഡീറ്റെയിൽസ്, അതായത് പേര്, വയസ്സ്, ജനനത്തീയതി, അഡ്രസ് മുതലായവ കാണിക്കുന്നതായിരിക്കും. അതിനും താഴെയായി അഗ്രിസ്റ്റാക്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാനുള്ള ബോക്സ് കാണിക്കും. അവിടെ നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. തുടർന്ന് അവിടെയും മൊബൈലിലേക്ക് ലഭിക്കുന്ന OTP നൽകി മൊബൈൽ വെരിഫൈ ചെയ്യുക. അതിനു താഴെ അഗ്രിസ്റ്റാക്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിനുള്ള ബോക്സ് ഉണ്ടായിരിക്കും. അവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായും ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, നമ്പർ എന്നിവ ഉണ്ടായിരിക്കണം. അതിനുശേഷം താഴെയുള്ള ക്രിയേറ്റ് മൈ അക്കൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് അഗ്രിസ്റ്റാക്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതായി മെസ്സേജ് കാണിക്കുന്നതായിരിക്കും. അടുത്തതായി രജിസ്ട്രേഷൻ ചെയ്ത കർഷകർ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഓപ്പൺ ചെയ്ത പേജിൽ വന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ, പാസ്വേഡ് എന്നിവ നൽകിയതിനു ശേഷം താഴെയുള്ള ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു അഗ്രിസ്റ്റാക്ക് അക്കൗണ്ടിൽ പ്രവേശിക്കാവുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ പാസ്വേഡ് മറന്നുപോയാൽ പേജിലുള്ള OTP ഓപ്ഷൻ ഉപയോഗിച്ചും ലോഗിൻ ചെയ്യാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കാണിക്കും. അതോടൊപ്പം ഇമെയിൽ ID കൊടുക്കാനുള്ള ബോക്സ് ഉണ്ടാകും. ഇമെയിൽ ഉണ്ടെങ്കിൽ കൊടുക്കാം, നിർബന്ധമില്ല. തുടർന്ന് ഫാർമർ ഡീറ്റെയിൽസ് കാണിക്കും. അതിൽ പേര് മലയാളത്തിൽ കൊടുക്കാനുള്ള ബോക്സ് ഉണ്ട്. അതിനുശേഷം താഴെ ഐഡന്റിഫയർ നെയിം കാണിക്കും. സാധാരണയായി പിതാവിൻ്റെ പേരാണ് അവിടെ കാണിക്കുന്നത്, അതും മലയാളത്തിൽ കൊടുക്കാവുന്നതാണ്. ഈ ഭാഗത്തു ഐഡന്റിഫയർ നെയിം കാണിച്ചില്ലെങ്കിൽ ടൈപ്പ് ചെയ്തു കൊടുക്കാവുന്നതാണ്. കൂടാതെ ഫോട്ടോ കൂടി കാണാൻ സാധിക്കും. തുടർന്ന് റെസിഡൻഷ്യൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതിൽ അഡ്രസ് മലയാളത്തിൽ കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷം ജില്ല, താലൂക്ക്, വില്ലേജ്, പിൻകോഡ് എന്നിവ സെലക്ട് ചെയ്യേണ്ടതാണ്. തുടർന്ന് ഫാർമർ ടൈപ്പ്, ഒക്കുപേഷൻ ഡീറ്റെയിൽസ്, അതായത് പുരയിടത്തിനോട് ചേർന്നാണ് കൃഷിസ്ഥലം ഉള്ളതെങ്കിൽ ലാൻഡ് ഓണിംഗ് ഫാർമർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാകും. അടുത്തതായിട്ട് PM കിസാനിൽ ലിങ്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുവേണ്ടി സർവേ നമ്പർ കൊടുക്കുമ്പോൾ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് നോക്കി ബ്ലോക്ക് നമ്പർ കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കാണിക്കുന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. തുടർന്ന് സോഷ്യൽ രജിസ്റ്ററി ഡീറ്റെയിൽസ് ഭാഗത്ത് റേഷൻ കാർഡ് നമ്പർ കൊടുക്കുക. അതിനുശേഷം ഡിപ്പാർട്ട്മെൻ്റൽ അപ്രൂവൽ ചെയ്യുന്നതിന് റവന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. തുടർന്ന് ഒരു തവണ കൂടി ആധാർ വെരിഫിക്കേഷൻ ചെയ്തു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്.